നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെഡിമെയ്ഡ് ബ്ലൗസ് കേട്ടോ. ഇത്രയും ദിവസം കുറേ ദിവസമായിട്ട് 3XL ശരി കുറച്ചിടാവോ 3XL മീൻസ് തണുപ്പ് കൂടുന്നു, ചൂടെടുക്കുന്നു. 3XL ഉണ്ടല്ലോ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് 3XL മുഴുവൻ പരാതിയായിരുന്നു. XXL വരെയുള്ളവർക്ക് ഇടാൻ പറ്റുന്ന ബ്ലൗസായിരുന്നു. ഇനി ഈ ബ്ലൗസ് 3XL വരെയുള്ളവർക്കും ഇടാം, അതിന് താഴോട്ടുള്ള ആർക്ക് വേണമെങ്കിലും പറ്റും. ഇപ്പം എത്ര പ്രാവശ്യം പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. എന്നാന്നറിയോ, വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ ബ്ലൗസൊക്കെ വാങ്ങിക്കുമ്പോൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്കിതൊരു ഒത്തിരി കാലമായിട്ട് പണ്ട് തൊട്ടേ ഉള്ളൊരു സാധനമല്ലല്ലോ ഈ റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം വാങ്ങിക്കുമ്പോൾ നിങ്ങളത് വിശദമായിട്ടൊന്ന് കേൾക്കണം. ഇത് ഫ്രീ സൈസാണ്. 3XL വരെയുള്ള ആർക്കും ഇടാവുന്ന ഫ്രീ സൈസ്. സ്മോൾ സൈസുള്ള ഒരാളാണ് ഇത് ഇടുന്നതെങ്കിൽ ഇച്ചിരി ലൂസ് ആണെന്ന് തോന്നുവാണെങ്കിൽ സൈഡൊന്ന് ചെറുതായിട്ട് അടിച്ചാൽ മാത്രം മതി. അത്രയേ ഉള്ളൂ അതിനകത്ത്. 3XL മേളിലോട്ടുള്ളവർ എടുക്കാൻ സ്വന്തം റിസ്കിൽ എടുക്കാവുള്ളൂ, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഇതിനകത്തില്ല. പിന്നെ ഇത് സ്കിൻ ഫിറ്റാണ്, ഇത് സ്ട്രെച്ചബിളാണ്, പിന്നെ ഓപ്പൺ ഇല്ല, പ്രിൻസസ് കട്ടാണ്. ഇതെല്ലാം ഞാനുണ്ടല്ലോ എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ബ്ലൗസിൻ്റെ വീഡിയോയാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് കേട്ടവർ മടുക്കുമല്ലോ എന്നോർത്താൽ ഞാൻ പിന്നെയും പറയാത്ത കേട്ടോ. എല്ലാ സൺഡേയിലും റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് ഇസബെല്ലയുടെ ഇതിനകത്ത് കയറിയിട്ട് റെഡിമെയ്ഡ് ബ്ലൗസ് ഒന്ന് അടിച്ച് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ എന്തോരം വീഡിയോ കിടക്കുന്നതെന്ന്. അപ്പം ഇതിപ്പം 3XL ഉള്ള ഒരാൾക്ക് ഫിറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്മോൾ സൈസുള്ള ഒരാളാണ് ഇത് ഇടുന്നതെങ്കിൽ എന്നെ എടുക്കണം, ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ അടിച്ച് കൊടുക്കണം. പിന്നെ ആരോ ഇട്ട് കാണിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഞാനതിന് പണ്ടൊരിക്കൽ മറുപടി ഞാൻ പറഞ്ഞതാണ്. അതെനിക്ക് അങ്ങനെ ബ്ലൗസ് വേണ്ടവരെടുത്തോ മതി എന്ന് പറയുന്നത് കംപ്ലൈൻ്റാണ്. വേണ്ടവരെടുത്താൽ മതി എന്ന് പറയാനില്ല, പിന്നെ വേണ്ടാത്തവരെടുക്കാൻ എനിക്ക് പറയാൻ പറ്റുമോ? വേണ്ടവരെടുത്താൽ മതി എന്ന് ഞാൻ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ വേണ്ടവർ ധാരാളം ഉണ്ടെന്നുള്ള എൻ്റെ കോൺഫിഡൻസ് അത്. അല്ലാതെ നിങ്ങൾ വേണേ എടുത്താൽ മതി എന്നുള്ള അർത്ഥം അതിനെടുക്കരുത്. എല്ലാത്തിനും ഈ നെഗറ്റീവായി കാണുന്ന ആൾക്കാർക്ക് അതിനകത്ത് ചെകഞ്ഞ് പിടിച്ച് തപ്പി എടുത്തോണ്ട് വരുന്നതാണ് ഇങ്ങനത്തെ ഓരോന്ന്. വേണ്ടവരെടുത്താൽ മതി, അത്ര കോൺഫിഡൻസ് ഉള്ളവരെടുത്താൽ മതി എന്നല്ല, നിങ്ങൾക്ക് വേണേൽ എടുത്താൽ മതി എന്ന് ഞാൻ പറയുമോ? അങ്ങനത്തെ അത്ര വിഡ്ഢിയാണോ? ഇതാടാത്ത ബ്ലൗസ് എൻ്റെ ചുരിദാറിൻ്റെ അടിയിലുണ്ട്. ഇതുണ്ടോ, അത്യാവശ്യം സ്ട്രെച്ച് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് 3XL 4XLകാർക്കും എടുക്കാം, പക്ഷെ ഞാൻ ഒരിക്കലും പറയുകയില്ല. ഇതെല്ലാം ഇങ്ങനെയാണ് പ്ലെയിൻ ബ്ലൗസ്. ഒരു ചെറിയൊരു ഇതിലൊരു സെൽഫ് ഒരു എന്നാ പറയുന്നത് ലൈറ്റ് കളർ വരുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നല്ല ബ്ലൗസ് ഡെയിലി ഇടാനോ അപ്പം സെറ്റ് സാരികൾക്ക് ഇടാനോ ഒക്കെ നല്ലതാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ പ്രിൻസസ് കട്ട് വരുന്ന ഭാഗം ഫ്രണ്ട്. ബാക്ക് ഓപ്പൺ ഇങ്ങനെ വരും. അപ്പോൾ ഉണ്ടല്ലോ ഒത്തിരി കണ്ടമാനം ഇറങ്ങി കഴുത്ത് വരത്തില്ല, എന്നാൽ ഒട്ടും വൃത്തികേടായിട്ട് കയറിയല്ല. പഴയ കാലത്തെ ബ്ലൗസൊക്കെ ഇടുന്ന പോലെ അങ്ങനെയല്ല ഇരിക്കുന്നത്. കറക്റ്റ് നമുക്കൊരു ഇവിടം വരെയൊക്കെ ഇറങ്ങി നല്ല എന്ത് നോട്ടത്തിൽ ഞാനൊരു ബ്ലൗസ് തയ്ച്ചാൽ അത്രയും മതി എന്നാണ് എൻ്റെ ഒരു മനോഭാവം. ഇല്ല ചിലർക്ക് ഒത്തിരി ഇറങ്ങിയാണല്ലോ ഇഷ്ടം, അത് കിട്ടത്തില്ല കേട്ടോ. ഒരു പീക്കോക്ക് ബ്ലൂ, റെഡ്. ഇത് പ്ലെയിൻ അല്ല, ഒരു സെൽഫ് പ്രിന്റ് പോലൊരു സാധനം ഇത്തലുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള ബ്ലൗസുകൾ ഒത്തിരി വന്നല്ലോ. ഇനിയിപ്പം ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള ബ്ലൗസുകൾ ഒത്തിരി കാണിച്ചുകൊണ്ടാണ് ഞാൻ അല്ലാത്ത കാണിക്കുന്നത്. ഫംഗ്ഷൻ വെയർ അല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ എടുക്കുന്ന സാരിയുടെ അനുസരിച്ച് അത് ഏത് രീതിക്ക് ആക്കി മാറ്റാം. പിസ്ത ഗ്രീൻ ലൈറ്റ്, ഒരു ഭയങ്കര കോമഡി എന്നാന്ന് ചോദിച്ചാൽ ഒരു പുള്ളിക്കാരത്തി ഒരു കമൻറ്റ് എഴുതിയേക്കുന്നതാണ്, നിങ്ങൾ ഇതിട്ട് കാണിക്കുന്നത് ചിലർ മജോറിറ്റി കുറേ പേര് ഇട്ട് കാണിക്കുന്നില്ല അത് നിങ്ങളിതിട്ട് ഇടുന്നത് ശരിയാണോ, അത് മോശമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ചെയ്യുന്നതെന്ന് പറ. എനിക്ക് ഇഷ്ടമൊന്നുമില്ല ഇത്രയും കയറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ഇട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ബ്ലൗസ് ഇതിനകത്ത് മജോറിറ്റി ബ്ലൗസ് ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ ഈ കയ്യെ കയറ്റുന്ന ബ്ലൗസൊന്നും അല്ല നിങ്ങൾക്ക് വരുന്നത്, ബണ്ടിൽ കണക്കിന്. ഞാൻ ആ ബണ്ടിൽസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മറന്നു പോകും, അതാ പ്രശ്നം. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അത് മറന്നു. ബണ്ടിൽ കണക്കിന് വന്നിരിപ്പുണ്ട്, അതിൽ നിന്നാണ് നിങ്ങൾക്ക് എടുത്ത് അയക്കുന്നുണ്ട്. അത് ഞാൻ ഈ എടുത്ത് ഇങ്ങനെ വെച്ച ബ്ലൗസൊന്നും അല്ല. പീച്ച്, നല്ല പീച്ച് ഷെയ്ഡ് കേട്ടോ. ഇതിപ്പം 3XLകാർ അല്ലെങ്കിൽ 3XLകാർ മാത്രമേ വാങ്ങിക്കാവുള്ളൊന്നുമില്ല. ഞാൻ വീണ്ടും എടുത്ത് പറയുക, ഇതാർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം. 3XL മേലിലോട്ടുള്ളവർ വാങ്ങിക്കുന്നത് അവനവൻ ആലോചിച്ചിട്ട് വാങ്ങിച്ചാൽ മതി. ഓവർ കൈക്ക് വണ്ണമൊക്കെ ഉള്ളവർ വാങ്ങിക്കേണ്ടത്. പക്ഷേ ഇതിനെന്ത് കണ്ടോ, സ്ട്രെച്ച് ഉണ്ട്, കുറേ കൂടെ കയറി ഇത്രയും കൂടെ ലൂസായി വരും കണ്ടോ. എൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ L-നും XL-നും ഇടയ്ക്കാം, പക്ഷേ എൻ്റെ കയ്യെ കിടക്കുമ്പോഴും ഇത് കറക്റ്റാണ്. കാരണം ഇത് സ്കിൻ ഫിറ്റാണ്, സ്ട്രെച്ചബിളാണ്. പിന്നെന്തോ ഇതിനെപ്പറ്റി പറയാനുള്ളത്, എന്തോരം പറഞ്ഞാലും ഇങ്ങനെ
ആൾക്കാർക്ക് ചിലർക്ക് ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് ഒരു ഡൗട്ട് വരും. 200 രൂപയാണേലും 500 രൂപയാണേലും മുടക്കുന്ന നമുക്കൊരു അന്നേരം ഒരു ഇത് വരുമല്ലോ. സാരമില്ല, സ്വാഭാവികം. ഒരു ഇൻഡിഗോ ബ്ലൂവിൻ്റെ അല്ല ടീൽ ബ്ലൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് എന്നാന്ന് പറയട്ടെ, ഈ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ബ്ലൗസ് ഇടാൻ പറ്റത്തില്ല, തോന്നുകയല്ലോ കേട്ടോ. ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്, ഞാനൊരു സാരി ഉടുക്കുകയേ ഇല്ലാത്ത, എനിക്ക് സാരി ഇല്ല, ആകെ കൈവരലിൽ ഇടാനുള്ള അത്രയും പോലും സാരി ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഇവിടുത്തെ ഓണത്തിൻ്റെ ഫംഗ്ഷന് പോലും നിങ്ങൾ പഴയ വീഡിയോ എടുത്ത് നോക്കി കാണാം, എൻ്റെ സ്റ്റാഫ് മൊത്തം സെറ്റ് സാരിയൊക്കെ കൊടുത്ത് എനിക്ക് സാരി ഉടുക്കാൻ മടിയായിട്ട് ഞാൻ എന്നിട്ടുണ്ടല്ലോ ചുരിദാറിട്ടുണ്ടെന്ന്. ഞാൻ അത്രയ്ക്ക് എനിക്ക് മടിയാണ് സാരി ഉടുക്കാൻ. എനിക്ക് എന്തോ ഇവിടെ എല്ലാം വെച്ച് കെട്ടി ഒരു 5 മിനിറ്റിന് പോലും പറ്റത്തില്ല. പക്ഷെ ഞാൻ ഒരു ദിവസം റെഡിമെയ്ഡ് ബ്ലൗസ് ഇട്ട് പച്ച കളർ, എന്നാ പച്ചയാണോ പറയുന്നത്, പച്ചയാണ്, സഫയർ ഗ്രീൻ അല്ലേ, ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത്, സഫയർ ഗ്രീൻ നല്ലൊരു കളറാണ്. എന്നിട്ടുണ്ടല്ലോ ഞാൻ ഇട്ടു റെഡിമെയ്ഡ് ബ്ലൗസ് ഇട്ടിട്ട് ഒരു സാരി ഉടുത്ത. പിന്നെ ഇപ്പം മിക്ക ദിവസത്തെ വീഡിയോയിൽ ഞാൻ സാരി ഉടുത്ത ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാണ് സാരി ഉടുത്ത ഒരു ഫോട്ടോ എങ്കിലും സൈഡിൽ അറ്റാച്ച് ചെയ്യുന്നത്. അത് ഉടുക്കാതെ പറ്റത്തില്ലല്ലോ, അത്ര കംഫർട്ടാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഇനി വരും കാലങ്ങളിൽ ആരും റെഡിമെയ്ഡ് ബ്ലൗസ് ഇങ്ങനത്തെ സ്ട്രെച്ചബിൾ അല്ലാത്തത് ആരും ഇടുമെന്ന് എനിക്ക് തോന്നുന്നു. സത്യം ഞാൻ പറയാം, അത്രയ്ക്ക് ഈസിയാണ്, കംഫർട്ടാണ്, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇത് വേറൊരു, പിന്നെ ഈ എന്നെ കളർ, ഇത് പീച്ചല്ലേ, പീച്ചിൻ്റെ നല്ലൊരു ഷെയ്ഡ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ വെയർ ആയിട്ടുള്ളതുണ്ടായിരുന്നു. പ്ലെയിന് ഡെയിലി പോകേണ്ടവരൊക്കെ 4, 5, 10 ഒക്കെ ബ്ലൗസ് വാങ്ങിച്ച് വെച്ചോളുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് വർത്തായിരിക്കും. കാരണം എന്നാന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് കംഫർട്ടാണ്, അത്രയ്ക്ക് റേറ്റ് കുറവാണ്. നമ്മുടെ ബ്ലൗസ് തയ്ക്കുന്നതിൻ്റെ പകുതി പൈസയേ ആവുന്നുള്ളൂ. നല്ല രീതിക്ക് തയ്ച്ച് കിട്ടണമെങ്കിൽ അത് പിന്നെ റിസ്ക്കുമാണ്, അതൊരു റിസ്ക്കാണ്. എനിക്കാണെങ്കിൽ എൻ്റെ ഈ ചുരിദാറൊക്കെ കണ്ട ഞങ്ങളുടെ ഓൺ കുർത്തിയാണ്, ഇവിടുത്തെ എക്സൽ സൈസാണ്. ഒന്നും ചെയ്ത് ദൈവം സാക്ഷിയായിട്ട് ഞാൻ പറയാം, ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഓൾട്രേഷൻ ഒരു വകയും ചെയ്യാതെ എനിക്ക് കൃത്യമാണേ. എന്നിട്ടുണ്ടല്ലോ ഞാൻ എന്നെടുത്തു, ഞങ്ങളുടെ ബാഗിനെ കൊടുത്ത് ലാവണ്ടർ ഷെയ്ഡ് ടസറിൻ്റെ 16,000 രൂപ വിലയുള്ള ചുരിദാർ സെറ്റ് എടുത്ത്, ബായിയുടെ കുറ്റമല്ല, എൻ്റെ കുറ്റം മാത്രമാണ്. അളവെടുക്കണ്ട, ബാഗ് എക്സൽ തയ്ച്ചാൽ മതി, കറക്റ്റാന്ന് പറഞ്ഞു. പക്ഷെ തയ്ച്ചു വന്നപ്പോൾ 16,000 രൂപയുടെ ചുരിദാർ എന്തോ ഒരു രസം ഇല്ലാതായി പോയത്. വേണ്ട, അവിടെ അനാഥമായിട്ട് കിടക്കുന്നു. ഇതുണ്ട് റാണി പിങ്ക് അല്ലെങ്കിൽ ഡാർക്ക് മജന്ത. ഇതിന് ഇങ്ങനെ ഒരു സൈസ് ഇങ്ങനെ ഒരു സ്റ്റഫ് ഇങ്ങനെ ഒരു പിരിപിര ഉള്ളതുകൊണ്ട് നല്ലൊരു ഭംഗിയാണ് അത് കാണാനേ, നല്ലൊരു രസമാണ്. നമ്മൾ ചുമ്മാ ഈ കോട്ടൺ ബ്ലൗസ് ഇട്ട പോലല്ല, ഒരു നല്ല സ്റ്റഫിനൊരു ഫീലിങ്സ് കിട്ടുമല്ലോ. നമ്മൾ അതിനല്ലേ വില കൂടിയ സാധനങ്ങൾ വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റഫിന് നല്ലൊരു സംഭവമുണ്ട്, കിട്ടും അതിന്. ഉണ്ടോ ഇതൊക്കെ ഉണ്ടോ, ആ പിരിവിരിപ്പ് കേട്ടോ, കറക്റ്റ് എടുത്തറിയാം. ഇത് എൻ്റെ കയ്യെ ചുരിദാർ മടക്കി വെച്ചേക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഇരിക്കുന്നത്, കയ്യിൽ മന്ത് പിടിച്ചോണ്ടിരിക്കുന്നത്. സ്മോള്, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ അത്രയും പേർക്കും എടുക്കാം. പക്ഷേ ചെറിയ സൈസ് ഉള്ളവർ എന്നാ എടുക്കണം, സൈഡ് ഇവിടെ ജസ്റ്റ് ഒന്ന് അടിക്കുക, നിങ്ങളുടെ അളവ് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന്, അത്ര ഉള്ളു പരിപാടി. പക്ഷെ എന്ന് വെച്ചാൽ വരിയല്ല, മെഷീനിൽ അടിക്കണം. ബ്ലാക്ക് ഒറ്റ ഒരു സാധനം കൂടെ കാണിക്കാം. ഇനി ഇത് വേറെ ബ്ലൗസിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അതിന്ന് കാണിക്കുന്നില്ലേ. സിൽവർ, ഒത്തിരി പേര് ചോദിച്ചാൽ സിൽവർ പ്ലെയിനെ, ഇപ്പൊ കാണിച്ച മോഡലല്ല, ഡബിൾ എക്സൽ. ഇത് മാത്രം ഡബിൾ എക്സൽ. സ്ക്രീനിലുണ്ട്, ബാക്കി എല്ലാം സ്ക്രീനിലുണ്ട്. സിൽവറിൽ കൂടെ ഒരു സൈസ് ഗ്ലിറ്ററിങ് ഉള്ള പല ഫംഗ്ഷനുകൾക്കും പല സാരികൾക്കും ഒത്തിരി സാധനങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളൊരു സാധനം, ഒത്തിരി പേര് ചോദിക്കുന്നതുമാണ്, അതുകൊണ്ടാണ് സിൽവർ. ഇത് മറ്റേതുമായിട്ട് സെയിം അല്ല കേട്ടോ. ബാക്കി ഇത് കണ്ടോ, ഇങ്ങോട്ടെന്ന് വെച്ചാൽ ബ്ലൗസുകൾ ഇങ്ങനെ ഈ ബ്ലൗസുകൾ ഓർക്കുന്നില്ല, ഇത് വന്നിരിപ്പുണ്ട് കാണിക്കാൻ, ഇപ്പം കാണിക്കുന്നില്ല. എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴേലും ഇട ദിവസം വല്ലതും കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ബ്ലൗസിൻ്റെ കാര്യങ്ങൾ മേടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ബ്ലൗസ് ആദ്യമായിട്ട് വാങ്ങിക്കുന്നവരാട്ടെ, നേരത്തെ വാങ്ങിച്ചവരാട്ടെ, എന്തോ ആട്ടെ, നിങ്ങൾ ആ വീഡിയോയുടെ തുടക്കം ഒന്ന് സ്കിപ്പാക്കാതെ, ബാക്കി കണ്ടോ എൻ്റെ വാചകവാടി, കാരണം നിങ്ങൾ സ്കിപ്പാക്കുമെന്ന് എനിക്കറിയാം, സ്കിപ്പാക്കിക്കോ, അത് കുഴപ്പമില്ല. പക്ഷേ തുടക്കം കാണണം, കാരണം അതിനകത്താണ് ഡീറ്റെയിൽസ് പറയുന്നത്, ഇടയ്ക്കും പറയുന്നുണ്ട്. പിന്നെ ഇതിന് എക്സ്ചേഞ്ച് ഇല്ല, റിട്ടേൺ ഇല്ല, റീഫണ്ട് ഇല്ല, ഒന്നുമില്ല. ബ്ലൗസിന് അറിയാലോ, എല്ലാ ആഴ്ചയിലും ഞാനിത് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം.
പിന്നെ 3 ദിവസം കഴിഞ്ഞാണ് ഇതിൻ്റെ ഡെസ്പാച്ച്. നിങ്ങളിത് ശനിയാഴ്ച വൈകിട്ടാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ തിങ്കൾ ചൊവ്വ ബുധൻ, ഞായറാഴ്ച കൂട്ടത്തില്ല, ഞായറാഴ്ച ഹോളിഡേ ആണ്, കൊറിയറോ പോസ്റ്റ് ഓഫീസോ ഒന്നുമില്ല. തിങ്കൾ ചൊവ്വ ബുധൻ കഴിഞ്ഞ് വ്യാഴാഴ്ച തൊട്ടാണ് ഇതിൻ്റെ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ഒരു 2 ദിവസം, കേരളത്തിനുള്ളിലാണ് 2 ദിവസം, വിതിൻ 3 days കിട്ടും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.